നിർമ്മാതാക്കൾ തയ്യാറായില്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് അറിയാത്താണല്ലോ സുരേഷ് ഏട്ടൻ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാടൊക്കെ പറയാൻ? അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ? രേവതി കലാമന്ദിർ. അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വെക്കുന്ന എന്താ? മേനക സുരേഷ് കുമാർ. ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ. നമ്മളാരും മേനക ചേച്ചി അമ്മയുടെ മെമ്പറാണ്, നമ്മളതുകൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല. പക്ഷേ ഒരു തലക്കാത്ത് ഇത് പറയുന്ന സമയത്തൊന്ന് ആലോചിക്കണ്ടേ? എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക സുരേഷ് കുമാർ. ഇനി അദ്ദേഹത്തിൻ്റെ മകള് ആക്ട്രസ് അല്ലേ, കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ, ഇന്ന് വരെ ₹1 കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് പുറത്ത് ഇത്രയും ദിവസവും ഈ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ്, ഒരു സിനിമ ഫ്രട്ടേണിറ്റിയാണ്, അതിനകത്ത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ശരിയല്ലാന്ന്. പക്ഷേ ഇതിപ്പോൾ അതിര് കടന്നിരിക്കുകയാണ്. ഇതിനകത്ത് വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി. എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ്, അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ₹1 കോടി കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ്. തെളിവുണ്ട്, നമ്മുടെ രേഖകൾ ഇരിക്കുകയാണ്. ആ ₹1 കോടി മേടിച്ചിട്ട് അവർ ഇന്നും 60 ലക്ഷം തിരിച്ചു തന്നിട്ടുള്ളൂ. 40 ലക്ഷം ഇപ്പോഴും അവർ കടത്തില്ല. ഇനി അതുപോട്ടെ, അതിനുശേഷം ഇവർ കഴിഞ്ഞ വർഷം വന്നിട്ട് അമ്മയെടുക്ക വന്നിട്ട് പറഞ്ഞു നിങ്ങൾ താരങ്ങളില്ലാതെ ഷോ ഹിറ്റാകത്തില്ല. ആലോചിച്ച് നോക്കണം, അന്നേരം ഇവർക്ക് താരങ്ങൾ വേണമായിരുന്നു. ഷോ ഹിറ്റാകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ഷോ ചെയ്തു തരണം, ഞങ്ങളുടെ കടം വീട്ടണം, 2.5 കോടി ഞങ്ങൾക്ക് കടമുണ്ട്. ഞങ്ങളുടെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും മറ്റ് താരങ്ങളായാലും പറഞ്ഞു അത് ശരിയാണ്.